മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പഴയ കോൺഗ്രസുകാരൻ നിലമ്പൂർ MLA PV അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണ്. കൂടിയാലോചനകളും ചർച്ചകളുമെല്ലാം നടന്നത് ദില്ലിയിൽ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ദില്ലിയിലുള്ള വസതിയിൽ വെച്ചാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ കൂടിയാലോചനകൾ നടന്നത്. രമേശ് ചെന്നിത്തലയാണ് PV അൻവറിനെ കോൺഗ്രസിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. 2 പതിറ്റാണ്ട് കാലമായി PV അൻവർ കോൺഗ്രസ് വിട്ടുപോയി എങ്കിലും ഇന്നും കോൺഗ്രസിന്റെ മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 നേതാക്കൾ അവരുമായി ഇന്നും അൻവറിന് വലിയ ബന്ധവും സ്നേഹവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ K സുധാകരനും പഴയ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുമാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾ വരുന്നത് പോലെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അഥവാ K സുധാകരൻ അറിഞ്ഞിട്ടില്ല ദില്ലിയിലെ അൻവർ കൂടിക്കാഴ്ച എന്നത് വെറും വാർത്തകൾ മാത്രമാണ്. K സുധാകരന്റെ മൗനാനുവാദം കിട്ടിയതിനു ശേഷമാണ് രമേശ് ചെന്നിത്തല ഈ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത് എന്നത് ഉറപ്പാണ്. മാത്രമല്ല, PV അൻവർ MLAയോട് ഇന്ന് ഏറ്റവും വലിയ എതിർപ്പ് വച്ചു പുലർത്തുന്ന കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹത്തിന്റെ സംഘങ്ങളുമാണ്. പക്ഷേ K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നൊരാവശ്യം ഉയർന്നു വന്നത് VD സതീശന്റെ ടീമിൽ നിന്നാണ് എന്നുള്ളത് ഉറപ്പായതോടെ മുതിർന്ന നേതാക്കൾ മുഴുവൻ ഒന്നാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൽ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ശശി തരൂർ, MM ഹസൻ, എന്തിനേറെ KC വേണുഗോപാൽ വരെ സുധാകരനൊപ്പം ഉണ്ട് എന്നാണ് അറിയുന്നത്. അതോടെ ഒറ്റപ്പെട്ട VD സതീശനെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം ഇത്രയും വേഗത്തിലാക്കുന്നത്. അതിന്റെ ഭാഗമാണ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. മുസ്ലിം ലീഗ് അൻവറിനെ എടുക്കുന്നതിൽ പച്ചക്കൊടി കാട്ടി എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്നടിച്ചുകൊണ്ട് വലിയ ആരോപണങ്ങളും അതിൻ്റെയൊക്കെ തെളിവുമായി വരുന്ന PV അൻവറിനെ സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ വിഡ്ഢിത്തമായി പോകുമെന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു. അവർ പറഞ്ഞു തുടങ്ങി. സതീശന്റെ വിഭാഗം മാത്രം അൻവറിനെ എതിർക്കുന്നു. അതിനവർ കൂട്ടുപിടിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ആളാണ് PV അൻവർ എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. അതിന് ഇതോടുകൂടി അവസാനം കുറിച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ അറിവും നിർദ്ദേശവും ഇല്ലാതെ KC വേണുഗോപാൽ ഒന്നും ചെയ്യില്ല. അദ്ദേഹം സ്വന്തം വീട്ടിൽ അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ രാഹുൽ ഗാന്ധി ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി പ്രതിപക്ഷ നേതാവിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ലെന്ന് വ്യക്തമായൊരു സൂചന നൽകുകയാണ് രമേശ് ചെന്നിത്തലയെ ഇറക്കി മുതിർന്ന പക്ഷം ചെയ്തിരിക്കുന്നത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും അൻവറിനെ കോൺഗ്രസിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ VD സതീശന്റെ പിടിവാശിയും അൻവറിനെ പരിഹസിക്കുന്ന ഒരു സംസാരവും അതിന് വിലങ്ങുതടിയായി. എന്നാൽ ഇനി സംഘടനയുടെ കാര്യങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ടവർ തീരുമാനിക്കുമെന്നും കേരളത്തിലെ പാർലമെന്ററി കാര്യങ്ങൾ സതീശൻ നോക്കട്ടെ എന്നുമുള്ളൊരു താക്കീത് കൂടിയാണ് അൻവർ കൂടിക്കാഴ്ചയോടെ സതീശൻ വിരുദ്ധ പക്ഷം നൽകിയിരിക്കുന്നത്. ഏതായാലും PV അൻവർ വന്നാൽ കോൺഗ്രസിന് ഇരട്ടി മൈലേജ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 100 കണക്കിന് കള്ളത്തരങ്ങളും അഴിമതികളും സ്വജനപക്ഷപാതവും എല്ലാം ഉണ്ടായിട്ടും പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു കേസ് പോലും ഇല്ലാത്ത ഒരാളെ വെറുതെ കള്ളനെന്ന് വിളിച്ചു നടക്കുന്നത് മാത്രമാണ് പണി. പക്ഷേ PV അൻവർ വരുന്നതോടുകൂടി പിണറായിയെ പൂട്ടാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനും കഴിയുമെന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തന്നെ വിശ്വസിച്ചു കഴിഞ്ഞു. അത്രയ്ക്കും തെളിവുകളാണ് അൻവറിന്റെ കയ്യിലുള്ളത്. അതിന് സമരം ചെയ്യാൻ മാത്രമേ അൻവറിനി ആളുകളെ വേണ്ടുള്ളൂ. അത് കോൺഗ്രസിലെത്തുന്നതോടെ പരിഹാരമാകും. ഏതായാലും PV അൻവർ എന്ന പഴയ കോൺഗ്രസുകാരൻ പഴയ വീടിന്റെ കോലായിൽ വരെ എത്തി നിൽക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.